നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രണയം വരുന്നത് പല രീതിയിലാണ്. ചിലർക്കത് ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാക്കും, എന്നാൽ മറ്റു ചിലർക്കത് മിന്നി മറയുന്ന ഒരു മിന്നൽ പോലെയാണ്. പക്ഷേ കുറഞ്ഞ സമയം കൊണ്ട് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ആ പ്രണയത്തിന് സാധിക്കും. അത്തരത്തിൽ ഇന്തോനേഷ്യയെ ഒന്നടങ്കം കരയിപ്പിച്ച നദിറ ഷാഫിയുടെയും അമീർ അമീസയുടെയും ഹൃദയസ്പർശിയായ കഥയാണിത്. കഥ തുടങ്ങുന്നത് സിറ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എല്ലാവരും അവളെ സിറ എന്ന് വിളിക്കുന്നു. പക്ഷെ ആ പേരിനുള്ളിൽ ഒരുപാട് നൊമ്പരങ്ങൾ അവൾ ഒളിപ്പിച്ചിരുന്നു. അവളുടെ ജീവിതം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. രാത്രി വൈകുവോളം നൈറ്റ് ക്ലബ്ബുകളിൽ പാർട്ടികൾ, മദ്യം, മയക്കുമരുന്ന്, ഇതൊക്കെയായിരുന്നു അവളുടെ ലോകം. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ വല്ലാതെ ഒറ്റപ്പെട്ടിരുന്നു. ഒരു ദിവസം ക്ലബിലെ ബഹളങ്ങൾക്കിടയിൽ സിറ ബാത്റൂമിൽ കയറുന്നു. അവിടെ വെച്ച് കണ്ണാടിയിൽ സ്വന്തം രൂപം നോക്കിയപ്പോൾ അവൾക്ക് അവളോട് തന്നെ വല്ലാത്ത അറുപ്പ് തോന്നി. മരിച്ചുപോയതിൻ്റെ ബാപ്പയെ ഓർത്തു. ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന ചിന്ത അവളെ തളർത്തി. ആ മാനസിക വിഷമത്തിൽ അവൾ അവിടെയുണ്ടായിരുന്ന ഗ്ലാസ് പൊട്ടിച്ച് സ്വന്തം കൈമുറിച്ചു. രക്തം വാർന്ന് ബോധരഹിതയായ അവൾ മരണത്തിൻ്റെ വക്കിലായിരുന്നു. സിറ കണ്ണു തുറന്നപ്പോൾ ആശുപത്രിയിലാണ്. തൊട്ടടുത്ത് സഹോദരി ബെല്ലയുണ്ട്. ബെല്ലയ്ക്ക് അവളോട് വലിയ ദേഷ്യമായിരുന്നു. നിനക്ക് എന്തിൻ്റെ കുറവായിട്ടാണ് നീ ഇത് ചെയ്തത് എന്ന് ബെല്ല ചോദിക്കുമ്പോൾ സിറ നിശബ്ദയായിരുന്നു. പക്ഷേ ആ സംഭവം സിറയെ മാറ്റി ചിന്തിപ്പിച്ചു. താൻ ഇതുവരെ നടന്ന വഴി തെറ്റാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ ഹിജ്റ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് പാപങ്ങളിൽ നിന്ന് അകന്ന് ദൈവമാർഗത്തിലേക്ക് മടങ്ങാൻ. സിറ വീട്ടിൽ തിരിച്ചെത്തി. ആദ്യമായി അവൾ തൻ്റെ അലമാരയിൽ നിന്നും പഴയ വസ്ത്രങ്ങൾ നീക്കം ചെയ്തു. തൻ്റെ വഴിപിഴച്ച കൂട്ടുകാരിയായ നിക്കിയുടെ ഫോട്ടോകൾ ഭിത്തിയിൽ നിന്നും മാറ്റി. അടുത്ത ദിവസം രാവിലെ അവൾ ഹിജാബ് ധരിച്ച് ഹാളിലേക്ക് വന്നപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ബെല്ലയ്ക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ നിന്റെ വെറും ഷോ അല്ലേ എന്ന് ബെല്ല ചോദിച്ചപ്പോൾ, എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്ക് മാറണം എന്ന് പറഞ്ഞ് സിറ കരഞ്ഞു. അങ്ങനെ സിറ തൻ്റെ ഹിജറ ജേണി ആരംഭിച്ചു. പഴയ സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു. പള്ളിയിൽ മതപഠനത്തിന് പോകാൻ തുടങ്ങി. ആദ്യമൊക്കെ അവൾക്ക് പ്രയാസം തോന്നി. ചില ഉസ്താദ്മാരുടെ പ്രസംഗം അവളെ പേടിപ്പിച്ചു. എന്നാൽ അമർ എന്ന യുവ പണ്ഡിതൻ്റെ ക്ലാസ്സിലെത്തിയപ്പോൾ അവൾക്ക് സമാധാനം തോന്നി. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന അമർ സിറയുടെ ഉള്ളിൽ ഒരു വെളിച്ചമായി. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ അമർ സിറയോട് സംസാരിച്ചു. അമർ പറഞ്ഞു, ഞാൻ നിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നീ എന്നെ ഇതുവരെ ഫോളോ ബാക്ക് ചെയ്തില്ലല്ലോ. ഒരു വലിയ മഹാപണ്ഡിതൻ തന്നെ ശ്രദ്ധിച്ചിരുന്നു എന്നറിഞ്ഞപ്പോൾ സിറയ്ക്ക് അത്ഭുതം തോന്നി. അവർ പിന്നീട് സംസാരിക്കാൻ തുടങ്ങി. പതുക്കെ അമീറിന് അവളോട് ഇഷ്ടം തോന്നി. അമീർ തൻ്റെ വിവാഹാലോചനയുമായി സിറയുടെ വീട്ടിലെത്തി. സിറയ്ക്ക് പേടിയായിരുന്നു. തൻ്റെ മോശമായ പഴയ കാലം അറിഞ്ഞാൽ അമർ തന്നെ സ്വീകരിക്കുമോ എന്ന്. അമറിൻ്റെ ഉമ്മ സിറയുടെ കയ്യിലെ ആത്മഹത്യാപാടുകൾ കണ്ടപ്പോൾ സിറ വിറച്ചുപോയി. പക്ഷേ ആ ഉമ്മ ചെയ്തത് സിറയുടെ കൈ പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. നീ എൻ്റെ മകളായി വരണം എന്ന് അവർ പറഞ്ഞപ്പോൾ സിറയുടെ സങ്കടങ്ങൾ അലിഞ്ഞുപോയി. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു. അമർ സിറയെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് നോക്കിയത്. വിവാഹരാത്രിയിൽ സിറയ്ക്ക് തൻ്റെ പഴയകാല ട്രോമകൾ കാരണം പാനിക് അറ്റാക്ക് അനുഭവപ്പെട്ടപ്പോൾ അമർ അവളെ ചേർത്ത് പിടിച്ചു. ഖുർആൻ ഓതി കേൾപ്പിച്ചു സമാധാനിപ്പിച്ചു. നിന്റെ പഴയകാലം നീയും അള്ളാഹുവും മാത്രം അറിഞ്ഞാൽ മതി. നീ ഇപ്പോൾ എൻ്റെ ലോകമാണ് എന്ന് അമർ അവളോട് പറഞ്ഞു. അവർ ഒന്നിച്ചു പാചകം ചെയ്തു, പ്രാർത്ഥിച്ചു, യാത്രകൾ പോയി. സിറയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും അമർ അവൾക്കായി ചെയ്തു. ഇതിനിടയിൽ സിറ ഗർഭിണിയാണെങ്കിലും അധികം വൈകാതെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. സിറ ആകെ തകർന്നുപോയി. പക്ഷെ അമർ തളർന്നില്ല. നമ്മൾ നല്ല രക്ഷിതാക്കളാകാൻ തയ്യാറായിട്ടില്ല എന്ന് ദൈവത്തിന് തോന്നിക്കാണും. നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളെ താങ്ങി നിർത്തി. വിവാഹം കഴിഞ്ഞ് ഏകദേശം 100 ദിവസങ്ങൾ പിന്നിട്ടു. അമർ അവൾക്കായി ഒരു പുതിയ വീട് പണിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ആ വീട്ടിൽ നിൽക്കുമ്പോൾ അമറിന് ശക്തമായ ചുമ അനുഭവപ്പെട്ടു. പരിശോധനയിൽ അവന് ശ്വാസകോശ സംബന്ധമായ ഗുരുതരമായ അസുഖമാണെന്ന് കണ്ടെത്തി. സന്തോഷം നിറഞ്ഞ അവരുടെ ജീവിതത്തിന് മുകളിൽ തിരുനിഴൽ വീണു. ആശുപത്രിയിൽ കിടക്കുമ്പോഴും അമർ ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് അസുഖം മാറും, നമുക്ക് ബീച്ചിൽ പോകണം, വയസ്സാകുമ്പോൾ കടൽ തീരത്ത് താമസിക്കണം എന്നൊക്കെ അവൻ സിറയോട് പറയുമായിരുന്നു. പക്ഷേ അവൻ്റെ നില മോശമായി കൊണ്ടിരുന്നു. ഒടുവിൽ അവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഡോക്ടർമാർ കൈവിട്ടു. അമറിനെ കാണാൻ ഐസുവിനുള്ളിലേക്ക് സിറയെ മാത്രം പ്രവേശിപ്പിച്ചു. അവളുടെ പ്രിയപ്പെട്ടവൻ മരണത്തോട് മല്ലിടുകയാണ്. തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി അവൾ അമറിന് അരികിലിരുന്നു. അമർ കഷ്ടപ്പെട്ട് കണ്ണുകൾ തുറന്ന് അവളോട് പറഞ്ഞു, സിറ, നീ ചിരിക്കണം, എനിക്ക് വേണ്ടി നീ ചിരിക്കണം. തൻ്റെ ചങ്കത്ത് അകരുന്ന വേദനയിലും അവൾ അവന് വേണ്ടി ഒന്ന് പുഞ്ചിരിച്ചെന്ന് വിരത്തി. വിവാഹം കഴിഞ്ഞിട്ട് കൃത്യം 172 ദിവസങ്ങൾ മാത്രം അവളുടെ ലോകമായിരുന്നു അമർ ഈ ഭൂമിയോട് വിട പറഞ്ഞു. സിറയുടെ കരച്ചിൽ ആ ആശുപത്രി ചുവരുകളിൽ പോലും സങ്കടത്തിലാഴ്ത്തി. അവൻ പോയതോടെ അവളുടെ ജീവിതം വീണ്ടും ശൂന്യമായെന്ന് അവൾക്ക് തോന്നി. അമറിൻ്റെ കബറടക്കം കഴിഞ്ഞു. സിറ ഒറ്റയ്ക്കായി. പക്ഷെ അവൾ തളർന്നില്ല. അമർ തനിക്ക് നൽകിയ ആ 172 ദിവസത്തെ പ്രണയവും കരുത്തും വെച്ച് അവൾ മുന്നോട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. തങ്ങളുടെ മനോഹരമായ ആ നാളുകളെക്കുറിച്ച് അവൾ ഒരു പുസ്തകം എഴുതി. എന്നെ ശരിയായ വഴിയിലേക്ക് നയിച്ചതിന്, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് നന്ദി എന്നവൾ ആ പുസ്തകത്തിൽ കുറിച്ചു. നമ്മുടെ ജീവിതത്തിൽ ചില ആളുകൾ വരുന്നത് വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും. പക്ഷേ അവർ ഉണ്ടാക്കുന്ന മാറ്റം നമ്മളെ എന്നേക്കുമായി മാറ്റിക്കളയും. സിറയുടെയും അമറിൻ്റെയും ഈ ഹൃദയസ്പർശിയായ കഥ ഇവിടെ അവസാനിക്കുന്നു.